Hello everyone, welcome to Franklin's Lectures. എൻ്റെ പേര് സനൂപ് ജോസ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ മൊഡ്യൂൾ 4 ൻ്റെ ക്വസ്റ്റ്യൻ പ്രിഡിക്ഷൻ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, നമുക്ക് നേരെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നും എക്സാംസിന് ഏറ്റവും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്? അടുത്ത സെമ്മിലേക്ക് പോകാം. ലോക്കോമോട്ടീവ് ഓഫ് വെയ്റ്റ് 530 kilonewton goes around a locomotive of weight 530 kilonewton goes around a curve of radius 300 meter at a uniform speed of 72 kilometer per hour. Determine the lateral thrust on the rails. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കുറച്ച് വ്യത്യാസമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Determine the lateral thrust on the rails. ഓക്കെ, ലാറ്ററൽ ത്രസ്റ്റ് എന്തായിരിക്കും റെയിൽസിലേക്ക് ആക്ട് ആവുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് സോൾവ് ചെയ്യാം. വെയിറ്റ് ഓഫ് ദ ലോക്കോമോട്ടീവ് ഇസ് 530 kilonewton, goes around a curve of radius 300 millimeter at a uniform speed of 72 kilometer per hour ആണ്. Let's move on to the solution. ഇവിടെ നോക്കുകയാണെങ്കിൽ the locomotive moves with uniform speed ആണല്ലേ, അത് എഴുതുക. Locomotive moves with uniform speed ആണ്. സോ നമുക്കിവിടെ we can find out the normal component of acceleration. നോർമൽ കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ ഇവിടെ എന്താണ്? വി സ്ക്വയർ ബൈ ആർ ആണ്, വിച്ച് വിൽ ബി വി സ്ക്വയർ ബൈ ആർ. ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ബീങ് ഗിവൺ ഇൻ കിലോമീറ്റർ പെർ അവർ. സോ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, 72 into 1000 ഡിവൈഡഡ് ബൈ, ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് 5/18 ഡയറക്റ്റ് എഴുതാം കേട്ടോ. 10/36 നമുക്ക് എങ്ങനെ, ഇവിടെ 5/18 വെച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. എന്താണ് 72 into 5/18 the whole square എന്നും സോൾവ് ചെയ്യാം. ഓക്കെ, ഞാൻ ബേസിക്കലി പറഞ്ഞു തരികയാണ്. ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ദ റേഡിയസ് വിച്ച് ഇസ് ഗിവൺ 300 meter ആണ്. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോർമൽ കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ എന്താണ് ലഭിക്കുന്നത്? നോർമൽ കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ വിൽ ബി എന്താണ്? 1.33 meter per second square എന്ന് എന്ത് ലഭിക്കുന്നു? നോർമൽ കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, സോ ലാറ്ററൽ ത്രസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഇൻ ദ നോർമൽ ഡയറക്ഷൻ ആണ്. ഓക്കെ, ഫോഴ്സ് അതായത് അതിൻ്റെ നേരെ വരുന്ന ഫോഴ്സ്. ഇറ്റ് ഈസ് എന്താണ്? നോർമൽ ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രസ്റ്റ് എന്ന് പറയുന്നത്, ലാറ്ററൽ ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ എഴുതാം, lateral thrust ഇവിടെ എന്താണ്? നെറ്റ് is equal to net force in the നോർമൽ ഡയറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സ് തന്നെ ആയിരിക്കും എന്ത്? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്ററൽ ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ therefore ലാറ്ററൽ ത്രസ്റ്റ് ഞാൻ ടി ഈസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്യുന്നു? നെറ്റ് ഫോഴ്സ് ഇൻ ദ നോർമൽ ഡയറക്ഷൻ. നെറ്റ് ഫോഴ്സിന് നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഇൻ ടു ആക്സലറേഷൻ ആണ്. ഇവിടെ മാസ് വിച്ച് വിൽ ബി വിച്ച് ഇസ് ഗിവൺ ഇൻ വെയിറ്റ് ആണ് അല്ലേ. സോ മാസിനെ ഞാൻ എങ്ങനെ ഇടുന്നു? W/g ഇൻ ടു ദ ആക്സലറേഷൻ. സോ therefore lateral thrust T is equal to 530 kilonewton ആണ്. സോ ഇൻറ്റു 10 to the power of 3 or into 1000 ഡിവൈഡഡ് ബൈ ഗ്രാവിറ്റി. ആൻഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചോളൂ നോർമൽ കോമ്പണന്റ് ഓഫ് ആക്സലറേഷൻ എന്താണ്? 1.33. സോ therefore T is equal to നമുക്ക് എന്ത് ലഭിക്കുന്നു? 530 into 10 to the power of 3 ഡിവൈഡഡ് ബൈ 9.81 into 1.33. ഇവിടെ ലാറ്ററൽ ത്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഇസ് എ നെറ്റ് ഫോഴ്സ് ഇൻ ദ നോർമൽ ഡയറക്ഷൻ ആണ്. സോ നെറ്റ് ഫോഴ്സ് എന്താണ്?
ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് എന്താണ് മാസ് ആൻഡ് ആക്സലറേഷൻ ആണ്. സോ മാസ് ഇവിടെ നമുക്ക് ഇറ്റ് ഈസ് ഗിവൺ ഇൻ വെയിറ്റ്, സോ വെയിറ്റ് ഡിവൈഡഡ് ബൈ ദ ഗ്രാവിറ്റി വിൽ ബിക്കം മാസ് ഇൻടു ആക്സലറേഷൻ വിച്ച് ഹാവ് ഓൾറെഡി ഫൈൻഡ് ഔട്ട്. സോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? 71,855.25 ന്യൂട്ടൺ എന്ന് ലഭിക്കുന്നു. 71,855.25 ന്യൂട്ടൺ എന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു? ത്രസ്റ്റ്, ലാറ്ററൽ ത്രസ്റ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. സോ അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിറൈവ്. സോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ. സോ കുറേ തവണ ചോദിച്ച ക്വസ്റ്റ്യനിലാണ്. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ് ആൻഡ് എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ. സോ ഫസ്റ്റ് എന്താണ്? എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് ആദ്യം ചെയ്യാം. എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അറ്റ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് എറിയുന്നു. എറിത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കം ഡൗൺ അറ്റ് സർട്ടൻ പോയിന്റ്. സോ മാക്സിമം പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ഇറ്റ് വിൽ സ്റ്റോപ്പ് ദെയർ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വെലോസിറ്റി എന്തായിരിക്കും? ഇറ്റ് വിൽ ബി സീറോ. അറ്റ് മാക്സിമം പോയിന്റ് വെലോസിറ്റി എന്തായിരിക്കും? ഇറ്റ് വിൽ ബി സീറോ. അങ്ങനെ സീറോ ആയി കഴിഞ്ഞാണ് ഇറ്റ് ഇസ് ബീങ് ഫോളിംഗ് ഡൗൺ. സീറോ ആയി കഴിഞ്ഞു ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഇസ് ഫോളിംഗ് ഡൗൺ. സോ അതുകൊണ്ട് തന്നെ എഴുതാം അറ്റ് മാക്സിമം ഹൈറ്റ് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മളൊരു എന്തെങ്കിലും മുകളിലേക്ക് എറിയുകയാണെങ്കിൽ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞ് ഒരു അറ്റ് എ സർട്ടൻ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ആ വെലോസിറ്റി നഷ്ടപ്പെടുകയാണ്. ഇറ്റ് ബിക്കംസ് സീറോ. മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ആ വെലോസിറ്റി സീറോ ആയി കഴിയുമ്പോഴാണ് അതെന്ത് താഴേക്ക് വീഴുന്നത്. സോ ദെയർഫോർ നമ്മളിവിടെ എന്താണ് എടുക്കുന്നത്? അറ്റ് മാക്സിമം ഹൈറ്റ് ദ വെലോസിറ്റി വിൽ ബി എന്താണ്? സീറോ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. At maximum height velocity is zero, that is എന്താണ്? h is equal to h max is equal to എന്താണ്? h is equal to h max ആണല്ലേ, സോറി, h is equal to h max. അങ്ങനെ ആവുമ്പോൾ എന്താണ്? v is equal to എന്താണ്? സീറോ എന്ന് നമുക്ക് മനസ്സിലാവുന്നു. So we know that v square is equal to u square minus 2gh. എന്താണ്? നമുക്കറിയാം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh ആണ്. സോ ഇവിടെ വി എന്താണ്? സീറോ ആകുന്നു. ഇസ് ഈക്വൽ ടു യു സ്ക്വയർ എന്താണ്? യു കൻ റൈറ്റ് ഇറ്റ് ആസ് യു സൈൻ ആൽഫ ദ ഹോൾ സ്ക്വയർ മൈനസ് 2gh മാക്സ്. 2gh മാക്സ്. h മാക്സ് ആണ് മാക്സിമം ഹൈറ്റ് ആണല്ലോ അല്ലെ കണ്ടീഷൻ. സോ എന്താണ്? യു ക്യാൻ ബി റിട്ടൺ ആസ് യു സൈൻ ആൽഫ ദ ഹോൾ സ്ക്വയർ മൈനസ് 2gh മാക്സ്. h മാക്സ് ആണല്ലോ കണ്ടീഷൻ. h മാക്സിലാവുമ്പോൾ അറ്റ് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി സീറോ ആകുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ വി എ സീറോ ആക്കുന്നു. സോ ദെയർഫോർ നമ്മൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? h മാക്സ് ഇസ് ഈക്വൽ ടു u സൈൻ ആൽഫ or u square sin square alpha divided by എന്താണ്? 2g എന്ന് നമുക്ക് എഴുതാം. സോ ദ മാക്സിമം എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് എന്താണ്? u square sin square alpha divided by 2g is the expression for എന്താണ്? മാക്സിമം ഹൈറ്റ് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം ഹൈറ്റിൽ എന്താണ്? വെലോസിറ്റി വിൽ ബിക്കം സീറോ എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കും. Now അടുത്ത എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? We need to find out expression for time of flight. Expression for time of flight. So expression for time of flight നമുക്കറിയാം using relation v is equal to u minus gt. v is equal to u minus gt എന്നുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്കറിയാം.
Therefore 0 is equal to initial velocity, so u sin alpha minus എന്താണ് g into t. So from this we can write the equation as t is equal to എന്താണ് u sin alpha divided by g എന്ന് നമുക്ക് എഴുതാം അല്ലേ. u sin alpha divided by g. ഇവിടെ ശ്രദ്ധിക്കുക, ടൈം ഓഫ് ഫ്ലൈറ്റ് t is equal to 2t. ടൈം ഓഫ് ഫ്ലൈറ്റ് t is equal to എന്താണ് 2t എന്ന് നമുക്ക് എഴുതാം. സോ ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ് is equal to 2t എന്ന് നമ്മൾ പറയാൻ കാരണം? സോ നമുക്കറിയാം എന്താണ് ഒരു പാർട്ടിക്കിൾ വെൻ ഇറ്റ് ഇസ് മൂവിങ് അപ്വേർഡ് അതിനൊരു ടൈം ഉണ്ട്, ആൻഡ് ഇറ്റ് ഓൾസോ റിട്ടേൺസ് ബാക്ക് അല്ലേ, മുകളിലേക്ക് പോകുന്നു അതുപോലെ തന്നെ താഴേക്കും വരുന്നു. സോ ദർ ആർ 2 ടൈംസ്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ദർ വിൽ ബി an upward time and ഡൗൺവേർഡ് ടൈം ഉണ്ടാവും. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റിനെ 2t എന്ന് എടുക്കുന്നത്. ദാറ്റ് ഇസ് അപ്വേർഡ് ടൈം ആൻഡ് ഡൗൺവേർഡ് ടൈം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് 2t എന്ന് എടുക്കുന്നത്. മനസ്സിലായല്ലോ? യെസ്. സോ 2t. സോ ദെയർഫോർ എന്താണ് 2 into t യുടെ വാല്യൂ എന്താണ് u sin alpha by g. So therefore time of flight t is equal to എന്താണ് ഓൾറെഡി നമ്മൾ t കണ്ടുപിടിച്ചല്ലേ. സോ ഈ t യുടെ വാല്യൂ ആണ് എന്ത് u sin alpha by g. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് an ആൻസർ എന്താണ് 2u sin alpha divided by g will be the answer. So 2u sin alpha divided by g will give you എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ എക്സ്പ്രഷൻ എന്താണ് 2 into u sin alpha. സോ ഇത് u ആണ് കേട്ടോ. 2 into u sin alpha divided by g എന്താണ് എക്സ്പ്രഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്. Now at last we need to find out എന്താണ് എക്സ്പ്രഷൻ ഫോർ ഹൊറിസോണ്ടൽ റേഞ്ച്, ക്യാപിറ്റൽ R എന്ന് നമുക്ക് പറയാം. എക്സ്പ്രഷൻ ഫോർ ഹൊറിസോണ്ടൽ റേഞ്ച്. സോ ഹൊറിസോണ്ടൽ റേഞ്ച് R is equal to എന്താണ് നമുക്ക് R നെ എങ്ങനെ എഴുതാം? R is equal to horizontal velocity into the time of flight എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഹൊറിസോണ്ടൽ വെലോസിറ്റിയെ നമുക്ക് എങ്ങനെ എഴുതാം? വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാം യു കോസ് ആൽഫ എന്ന് എഴുതാം അല്ലേ. യു കോസ് ആൽഫ ഇൻറ്റു എന്താണ് 2t. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ് 2t ആണ്. സോ ദെയർഫോർ 2u കോസ് ആൽഫ ഇൻറ്റു യു സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ ജി. 2 അതിൻ്റെ 2 മുൻപിലേക്ക് വന്നു. 2u കോസ് ആൽഫ പ്ലസ് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഫോർമുല t എന്താണ് യു സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ ജി ആണ്. സോ ദെയർഫോർ നമുക്ക് എങ്ങനെ എഴുതാം യു സ്ക്വയർ ഇൻറ്റു 2 സൈൻ ആൽഫ കോസ് ആൽഫ ഡിവൈഡഡ് ബൈ ജി. സോ വാട്ട് ഇസ് 2 സൈൻ ആൽഫ കോസ് ആൽഫ? 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്താണ് നമുക്കറിയാം യു സ്ക്വയർ ഇൻറ്റു സൈൻ 2 ആൽഫ സോറി നമുക്കിതെങ്ങനെ എഴുതാം യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം സൈൻ 2 തീറ്റ എന്ന് എഴുതാം അല്ലെ. സോ സൈൻ 2 ആൽഫ എന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഹൊറിസോണ്ടൽ റേഞ്ചിനുള്ള എക്സ്പ്രഷൻ ഇതാണ് യു സ്ക്വയർ ബൈ ജി ഇൻറ്റു സൈൻ 2 ആൽഫ എന്നുള്ളതാണ് എന്ത് ദ എക്സ്പ്രഷൻ ഫോർ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫോർമുലയാണ്. കൈൻഡ്ലി നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ,
സോ എച്ച് മാക്സ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ഡിവൈഡഡ് ബൈ ജി. ദാറ്റ് ഇസ് എന്താണ് ദ മാക്സിമം ഹൈറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്കറിയാം 2u സൈൻ ആൽഫ ബൈ ജി. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റേഞ്ച് നമ്മൾ കണ്ടുപിടിച്ചോളൂ യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു സൈൻ 2 ആൽഫ ഇസ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് എന്ത് ഇസ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ഹൊറിസോണ്ടൽ റേഞ്ച് എന്നും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്ക് അടുത്ത സമ്മിലേക്ക് കിടക്കാം. ബുള്ളറ്റ് ഇസ് ഫയർഡ്. A bullet is fired with a velocity of 250 meter per second. So ഒരു ബുള്ളറ്റ് എന്താണ് ഫയർ ചെയ്യാണ്, ബുള്ളറ്റ് ഒരു ഗണ്ണിൽ നിന്ന് ഫയർ ചെയ്യുന്നു, അതിന്റെ വെലോസിറ്റി എത്രയാണ് 250 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദിസ് ഇസ് 3 മാർക്കാണ് കേട്ടോ. അറ്റ് an ആംഗിൾ 60 ഡിഗ്രി, അറ്റ് an ആംഗിൾ എന്താണ് 60 ഡിഗ്രി. ഡിറ്റർമൈൻ ദ ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്. വളരെ വളരെ സിമ്പിൾ ആണ്. സോ വി കൻ സോൾവ് ഇറ്റ് ക്വിക്ക്ലി. സോ നമ്മളോട് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ഹൊറിസോണ്ടൽ റേഞ്ച് അല്ലേ? ഹൊറിസോണ്ടൽ റേഞ്ച് ആറിൻ്റെ ഫോർമുല എന്താണ്? യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു സൈൻ 2 ആൽഫ. സോ സൈൻ sin 2 alpha is the formula. Okay, so therefore we can ഇത് മൊത്തത്തിൽ അല്ലെങ്കിൽ യു സ്ക്വയർ സൈൻ 2 ആൽഫ ഡിവൈഡഡ് ബൈ ജി എന്ന് എഴുതാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം, വേണമെങ്കിൽ എങ്ങനെ എഴുതാം, ഇങ്ങനെയാണെങ്കിലും എഴുതാം. ഇറ്റ് ഇസ് ഓൾ കോമൺ. സോ വാട്ട് ഇസ് ദ വാല്യൂ ഫോർ യു? ദാറ്റ് ഇസ് 250. നമുക്ക് തന്നിട്ടുണ്ട് വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് എന്താണ് 250 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു സൈൻ 2 ഇൻറ്റു 60 എന്ന് നമുക്ക് എഴുതാം അല്ലെ. ആംഗിൾ എന്താണ് തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 9.81. നമുക്ക് ഇതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് റേഞ്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 250 സ്ക്വയർ ഇൻറ്റു സൈൻ 2 ഇൻറ്റു സൈൻ 120 ഡിവൈഡഡ് ബൈ 9.81 നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ 5517.5 മീറ്റർ എന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു? ദ റേഞ്ച് ഓഫ് ദ ഹൊറിസോണ്ടൽ റേഞ്ച് നമുക്ക് ലഭിക്കുന്നു. അടുത്ത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വി നീഡ് ടു ഓൾസോ ഫൈൻഡ് ഔട്ട് ദ ടൈം ഫോർ ഫ്ലൈറ്റ് അല്ലേ. ടൈം ഫോർ ഫ്ലൈറ്റിൻ്റെ ഫോർമുല എന്താണ്? 2u സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ ജി. 2u സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ ജി. 2u സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ ജി ആണ്. സോ ദെയർഫോർ 2 ഇൻറ്റു 250 ഇൻറ്റു സൈൻ 60 ഡിവൈഡഡ് ബൈ 9.81 ചെയ്താൽ യു വിൽ ഗെറ്റ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ് 44.14 സെക്കൻഡ്സ് എന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു? ദ വാല്യൂ ഓഫ് ടൈം ഓഫ് ഫ്ലൈറ്റ്, ദാറ്റ് ഇസ് ദ ബുള്ളറ്റിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, ഡിറ്റർമൈൻ ദ ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ്? ഹൊറിസോണ്ടൽ റേഞ്ച് എന്താണ്? 5500 മീറ്ററും അതുപോലെ തന്നെ നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് എത്രയാണ് ലഭിക്കുന്നത്? 44.17 സെക്കൻഡ്സും ആ ബുള്ളറ്റ് ഫ്ലൈറ്റിൻ്റെ ടൈമാണ്. ഓക്കെ, യെസ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്ടിക്കിൾ ഇസ് പ്രൊജക്റ്റഡ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മോഡൽ സമ്മാണ്, കുറേ ചോദിച്ച് കണ്ടിട്ടുള്ള സമ്മാണ്. സോ ലിസൺ കെയർഫുള്ളി. A particle is projected with a given velocity u at an angle of elevation alpha from the origin. It passes through 2 points. രണ്ട് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് ബീങ് 15,8 and second point being 40,9. Find the greatest height. Find the greatest height reached by the particle and its range. So നമ്മളോട് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ പാർട്ടിക്കിൾ ആൻഡ് ഇറ്റ്സ് റേഞ്ച് എന്നാണ്, ആൻഡ് ഇറ്റ്സ് റേഞ്ചും കണ്ടുപിടിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി യൂസ് ചെയ്യാം അല്ലേ. സോ സൊല്യൂഷൻ എന്താണ്? ദ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. The equation of trajectory y is equal to
x tan alpha minus half into g into x square divided by u square cos square alpha. This is the formula or equation of trajectory. എന്താണ് x tan alpha minus half into g into x square divided by u square cos square alpha is the equation of trajectory എന്ന് നമുക്കറിയാം. ഇതിലേക്ക് നമ്മൾ എന്താണ് x is equal to ഫസ്റ്റ് പോയിന്റിൽ 15,8 എന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വിൽ ലുക്ക് ഇൻ ടു ദ നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് at x is equal to 15 and y is equal to 8. ഇങ്ങനെ ആവുമ്പോൾ എന്താണ് നമുക്ക് നോക്കാം. at x is equal to 15 and y is equal to 8 എന്ന പോയിന്റിൽ therefore equation of trajectory becomes 8 is equal to the value of y അല്ലേ, y യുടെ വാല്യൂ 8 ആണ്, and is equal to 15 x ന്റെ വാല്യൂ tan alpha minus half into 9.81 into x, which is x square divided by u square cos square alpha. So this can be written as 15 tan alpha minus 8 is equal to half into 9.81 into 15 square divided by u square cos square alpha എന്നതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എഴുതാമല്ലോ. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, നെഗറ്റീവ് ടേമിനെ ഫുള്ള് പോസിറ്റീവ് ആക്കി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ. സോ 15 tan ആൽഫ 8 ഇങ്ങോട്ട് വന്നു, ബാക്കിയുള്ള ടേംസ് എല്ലാം അങ്ങോട്ട് പോവുകയും ചെയ്തു. നൗ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു, സോ സെക്കൻഡ് കണ്ടീഷനിൽ എന്താണ് 40 and 9 ആണ്. ശ്രദ്ധിക്കുക, സെക്കൻഡ് കണ്ടീഷനിൽ എന്താണ്, ഇറ്റ് ഇസ് 40 and 9. സോ എക്സ് ഇസ് ഈക്വൽ ടു 40 and y is equal to 9. സോ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് ലഭിക്കുക. സോ വൈയുടെ വാല്യൂ 9 is equal to 40 tan alpha minus half into 9.81 into ഇവിടെ എക്സ് സ്ക്വയറിന് പകരം ഇവിടെ എക്സ് സ്ക്വയർ ഇതാണ് അല്ലേ, ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ. ഇതിനെയും നമുക്ക് എങ്ങനെ എഴുതാം, 40 tan alpha minus 9 is equal to എങ്ങനെ എഴുതാം, ഹാഫ് into 9.81 into 40 square divided by u square cos square alpha എന്ന് നമുക്ക് ഇതിനെയും എഴുതാം. സോ വി ഹാവ് ക്രിയേറ്റഡ് 2 equations. എങ്ങനെ ഇക്വേഷൻ യൂണിറ്റ് ഓഫ് ട്രജക്ടറിയുടെ ഇക്വേഷനിലേക്ക് എക്സ് ആൻഡ് വൈനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി ഹാവ് ഫൗണ്ട് ഔട്ട് 2 equations. ഈ ഇക്വേഷൻ 1 and 2നെ നമ്മൾ എന്ത് ചെയ്യാണ്, സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ഇക്വേഷൻ 1 and 2 സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഹാഫ് വിൽ ഗെറ്റ് ക്യാൻസൽഡ്, ഓൾ ദ അതർ ടേംസ് വിൽ ഗെറ്റ് ക്യാൻസൽഡ്. നമുക്ക് ആകെ മിച്ചമാവുന്നത് എന്തൊക്കെയാണ്, സോ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് വളരെ സിമ്പിൾ ആയിട്ട് ഒന്നും മിച്ചമുണ്ടാകുന്നത് എന്തൊക്കെ മാത്രമാണ്. സോ വി വിൽ ഹാവ് സോൾവിങ് 1 and 2. നമുക്ക് ബാക്കി ഉണ്ടാവുക എന്താണ്, 40 tan alpha minus 9 divided by 15 tan alpha minus 8 is equal to നമുക്ക് എന്താണ് മിച്ചം ഉണ്ടാവുക, 40 square divided by 15 square. 40 square divided by 15 square ആയിരിക്കും നമുക്ക് ബാക്കി ഉണ്ടാവുക. സോ therefore 40 square divided by 15 square ചെയ്യുക. സോ 40 tan alpha minus 9 is equal to 40 square divided by 15 square നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 7.11 into 15 tan alpha minus 8.
which you will get it as 7, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 7 into 15 tan alpha, you will get 106.65 tan alpha minus 7.11 into 8 നമുക്ക് എന്താണ് 56.88 എന്നും ലഭിക്കുന്നു. സോ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ അടുത്തെന്താണ് ചെയ്യുന്നത്, വി കൻ മൈനസ് ചെയ്യാം അല്ലേ. മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്, 106 minus 40, 106.65 tan alpha minus 40 tan alpha നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ get 66.65 tan alpha is equal to 56.88 minus 9 നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്, 47.88 എന്നും നമുക്ക് ലഭിക്കുന്നു. Therefore tan alpha is equal to 47.88 divided by 47.88 divided by 66.65. Therefore alpha നമുക്ക് ലഭിക്കുന്നത് എത്രയാണ്, 35.7 ഡിഗ്രി നമുക്ക് എന്ത് ലഭിക്കും, ആൽഫ നമുക്ക് ലഭിക്കുകയും ചെയ്യും. So now from equation 1, ഇപ്പം നമ്മൾ equation 1 എടുക്കുക. equation 1ലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, we are going to substitute the value of alpha, and ആ ആൽഫ വച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്, we will find the value of u നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. സോ വളരെ സിമ്പിളായിട്ട് ഫ്രം equation 1 അതിലേക്ക് നമ്മൾ ആൽഫയുടെ വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. സോ 15 tan ആൽഫ, ആൽഫയുടെ വാല്യൂ എത്രയാണ്, 35.7 മൈനസ് 8 is equal to half into 9.81 into 15 square divided by u square cos square alpha 35.7. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ you will get the value of u as 24.27 meter per second ആയിട്ട് നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു, you will get the value of എന്ത് ലഭിക്കുന്നു, you will get the value of u, വെലോസിറ്റിയുടെ വാല്യൂ ലഭിക്കും. Now നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത് സമ്മിൽ, we need to find out the greatest height reached by the particle and its range. Okay, so greatest height h max is equal to എന്താണ്, u square sin 2 alpha divided by 2g. So it is u square sin square, u square sin square alpha divided by 2g ആണ് the formula to find out maximum height എന്ന് നമുക്കറിയാം. Therefore u square നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, 24.27 the whole square into sin 35.7 the whole square divided by 2 into 9.81 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്, h max is equal to നമുക്ക് ലഭിക്കുന്നത് 10.42 മീറ്റർ എന്ന് ലഭിക്കുന്നു. സോ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദ മാക്സിമം ഹൈറ്റ് ഈസ് എന്താണ്, 10.42 മീറ്റർ എന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു, വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് h max നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? h max കിട്ടി. അടുത്ത് നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്, ദേ ഹാവ് ഓൾസോ ആസ്ക്ഡ് us to find out റേഞ്ച് അല്ലേ, റേഞ്ചും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. റേഞ്ച് എന്താണ്, therefore range r is equal to u square sin 2 alpha divided by g ആണ്. u square sin 2 alpha ആ
ഫോർമുലസ് തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂസ് ആകാതിരിക്കണം കേട്ടോ. യു സ്ക്വയർ സൈൻ 2 ആൽഫ ഡിവൈഡഡ് ബൈ ജി ആണ്. therefore r is equal to 24.27 the whole square into sine 2 into 35.75 divided by 9.81. സോ ഇവിടെ നമുക്ക് റേഞ്ച് എത്രയാണ് ലഭിക്കുന്നത്? ദാറ്റ് ഇസ് യു സ്ക്വയർ സൈൻ 2 ആൽഫ ഡിവൈഡഡ് ബൈ ജി. നമുക്ക് റേഞ്ച് എന്താണ് ലഭിക്കുന്നത്? നമുക്ക് റേഞ്ചിന്റെ വാല്യൂ ലഭിക്കുന്നത് എത്രയാണ്? 57.88 മീറ്റർ എന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു? ദ വാല്യൂ ഓഫ് റേഞ്ച് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ദ വാല്യൂ ഓഫ് റേഞ്ച് എന്താണ്? 57.88 മീറ്റർ എന്ന് നമുക്ക് ദ വാല്യൂ ഓഫ് റേഞ്ച് ലഭിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. സോ വി ഹാവ് ഫൗണ്ട് ഔട്ട് ദ മാക്സിമം ഹൈറ്റ് എന്താണ് നമുക്ക് കണ്ടുപിടിച്ചു. ആൻഡ് വി ഹാവ് ഓൾസോ ഫൗണ്ട് ഔട്ട് എന്താണ്? വി ഹാവ് ഫൗണ്ട് ഔട്ട് ദ റേഞ്ച് ഓൾസോ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. സോ അടുത്ത സെമ്മിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 18. ദ കോമ്പോസിറ്റ് പുള്ളി ഷോൺ ഇൻ ഫിഗർ weighs 800 Newton and has a radius of gyration 0.6 meter. The 200 kg and 400 kg blocks are attached. നമ്മളിവിടെ കാണുന്ന പോലെ ഒരു 200 kg and 400 kg ബ്ലോക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. Determine the tension in the string and the angular acceleration of the pulley. So സ്ട്രിങ്ങിൻ്റെ ടെൻഷനും എന്താണ് പുള്ളിയുടെ ആംഗുലർ ആക്സിലറേഷനുമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വളരെ കെയർഫുൾ ആയിട്ട് റിസൺ ചെയ്യുക. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ let A1 നമ്മളിവിടെ ഒരു ഇതെടുക്കുകയാണ്. ലെറ്റ് A1 be the let A1 be the downward acceleration of ഏത് ബ്ലോക്കാണ്? let A1 be the downward acceleration of block 400 kg block അല്ലെ, of 400 kg block. അതുപോലെ തന്നെ A2 be the നമുക്ക് മനസ്സിലാവും, അത് കോമൺലി നമുക്ക് മനസ്സിലാവും അല്ലേ? കാരണം എന്താണ്? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ A2വിൻ്റെ മൂവ്മെന്റ് തീർച്ചയായിട്ടും മേളിലേക്കേ പോകുള്ളൂ. കാരണം 400 kg ആണ് എന്ത് ബ്ലോക്ക് ഇവിടെ റൈറ്റ് സൈഡിലുള്ള ബ്ലോക്കിന്റെ 400 kg ആണ്. തീർച്ചയായിട്ടും ഇവിടെ 200 kg മുകളിലേക്ക് പോകുള്ളൂ എന്നുള്ളത് നമുക്ക് കോമൺ സെൻസ് ആണ്. സോ upward acceleration of 200 kg ബ്ലോക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇങ്ങനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കെങ്ങനെ A1നെ എങ്ങനെ എഴുതാം? A1 is equal to എങ്ങനെയാണ്? R1 ആൽഫയും അതുപോലെ തന്നെ A2നെ നമുക്ക് എങ്ങനെ എഴുതാം? R2 into ആൽഫ. A1ൻ്റെ ശ്രദ്ധിക്കുക, A1ൻ്റെ റേഡിയസ് എന്താണ്? 0.5 ആണ് ഫ്രം ദ ഡയഗ്രാം. ഇത് 0.5 ആണ് ആൻഡ് റേഡിയസ് 0.7 എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം ഫ്രം ദ ഡയഗ്രാം. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? A1 is equal to 0.5 ആൽഫ ആൻഡ് A2 is equal to 0.75 ആൽഫ എന്ന് നമുക്ക് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? A2 ഡിവൈഡഡ് ബൈ A1 is equal to നമുക്ക് എങ്ങനെ എഴുതാം? 0.75 ആൽഫ ഡിവൈഡഡ് ബൈ 0.5 ആൽഫ എന്ന് എഴുതാം.
വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് 1.5 എന്ന് എഴുതാം. സോ therefore A2 is equal to എന്താണ് 1.5, സോറി ഇവിടെ A1 ആണ്, ഇവിടെ A1 ആണ് കേട്ടോ. A2 by A1 is equal to A2 is equal to നമുക്ക് എങ്ങനെ എഴുതാം 1.5 A1 എന്ന് നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ എഴുതുന്നു. ക്ലിയർ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? A1 into alpha sorry A1 is equal to R1 alpha, A2 is equal to R2 into alpha. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ A2 is equal to 1.5 A1 എന്നൊരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇപ്പൊ നമുക്ക് എന്താണ് equation of motion of the two blocks എന്ന് നമുക്ക് പറയാം അല്ലേ? ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ദ ടു ബ്ലോക്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സോ ഫസ്റ്റ് എന്താണ് ബ്ലോക്ക് 400 kg ബ്ലോക്ക് എടുക്കുകയാണ്. സോ 400 kg ബ്ലോക്ക് ആണെങ്കിൽ എന്താണ് ഇറ്റ് ഇസ് ഇവിടെ നോക്കുക, ഇറ്റ് ഇസ് ഗോയിങ് ഡൗൺവേർഡ്. സോ therefore നമുക്കറിയാം നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ ആണ്. therefore ഇവിടെ നോക്കുകയാണെങ്കിൽ ഡൗൺവേർഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു? വിൽ കൺസിഡർ പോസിറ്റീവ്. സോ അതുകൊണ്ട് 400 kg ആണല്ലേ. സോ therefore 400 സോറി ഞാൻ ഫോർമുല എഴുതാം. എം ഇൻറ്റു ജി മൈനസ് T1 is equal to M1 into or M into A എന്ന് നോക്കാം. M1 into A1 എന്ന് നമുക്ക് നോക്കാം. M1 into A1. സോ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ M എന്താണ് 500 ആണ് അല്ലേ? സോറി 400 ആണ്. സോ 400 into 9.81 minus T1 is equal to 400 A1. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് വെക്കുന്നു. ഇപ്പൊ ഞാൻ അടുത്ത് എന്താണ് ബ്ലോക്ക് ഓഫ് 200 kgയുടെ കണ്ടീഷൻ എടുക്കുന്നു. സോ ബ്ലോക്ക് ഓഫ് 200 kgയുടെ ഇതാണെങ്കിൽ ഇറ്റ് ഇസ് മൂവിങ് അപ്വേർഡ് ആണ്. സോ ഇവിടെ ടെൻഷൻ ഇസ് പോസിറ്റീവ്, ബട്ട് വെയിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സിൻസ് ഇറ്റ് ഇസ് ട്രാവലിംഗ് അപ്വേർഡ് വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ് എന്താണ് നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ T മൈനസ് W ആണ് ഇവിടെ വരുന്നത്. സോ ഇവിടെ എങ്ങനെയാണ്? ഇറ്റ് ഇസ് ടെൻഷൻ 2 മൈനസ് M2 into G is equal to എന്താണ് M2 into A2. സോ therefore നമുക്ക് എങ്ങനെ എഴുതാം? T2 മൈനസ് 200 into 9.81 is equal to 200. A2ന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? A2 is equal to നമുക്കറിയാം A2 is equal to 1.5 A1 ആണ്. സോ നമുക്ക് ഇവിടെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? അതിന് പകരം A2ന് പകരം 1.5 A1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ? സോ therefore T2 മൈനസ് 200 into 9.81 is equal to 200 into 1.5 will give you 300 A1. ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 3 ആയിട്ടും വയ്ക്കുന്നു. ഇതുവരെ വളരെ ക്ലിയർ അല്ലേ? യെസ്. സോ അടുത്ത് നമ്മൾ എന്താണ്? വി നോ ദ ഫോർമുല. നമുക്ക് ഫോർമുല അറിയാം. നെറ്റ് ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താണ്? I into alpha, that is net torque is equal to moment of inertia into the angular acceleration എന്ന് നമുക്കറിയാം. സോ ഇവിടെ നെറ്റ് ടോർക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? T1 into the tension 1 T into R ആണല്ലേ? T into R ആണ് ടോർക്കിന്റെ ഫോർമുല.
സോ ടി ഇൻറ്റു ആർ എന്താണ്, ഫസ്റ്റ് ബ്ലോക്കിൻ്റെ എന്താണ് 0.5 മൈനസ് എന്താണ് T2 ഇൻറ്റു 0.75 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് നെറ്റ് ടോർക്ക് ലഭിക്കുന്നത് അല്ലേ. T1 ഇൻറ്റു 0.5 മൈനസ് T2 ഇൻറ്റു 0.75 എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. T1 ഇൻറ്റു 0.5 മൈനസ് T2 ഇൻറ്റു 0.75 എന്ന് നമുക്ക് നെറ്റ് ടോർക്ക് കിട്ടുന്നു. ഇവിടെ എന്താണ് ഐയെ നമുക്ക് എങ്ങനെ എഴുതാം, mk² എന്ന് എഴുതാം അല്ലേ. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ് mk² ഇൻറ്റു ആൽഫ. നമുക്ക് ആംഗുലർ ആക്സലറേഷൻ എങ്ങനെ എഴുതാം, a1 ഡിവൈഡഡ് ബൈ 0.5 എന്ന് എഴുതാം. a1 ഡിവൈഡഡ് ബൈ 0, I is equal to mk², ആംഗുലർ ആക്സലറേഷൻ is equal to നമുക്ക് എങ്ങനെ എഴുതാം a1 ഡിവൈഡഡ് ബൈ 0.5 എന്ന് നമുക്ക് എഴുതുകയും ചെയ്യാം. Now എന്താണ് 0.5, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 0.5 T1 minus 0.75 T2 is equal to നമുക്ക് എങ്ങനെ എഴുതാം, m എന്താണ് മാസ് ഓഫ് ദ പുള്ളി എന്താണ് 800 ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു റേഡിയസ് ഓഫ് ഗൈറേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ് 0.6 എന്ന റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് 0.6 സ്ക്വയർ ഇൻറ്റു a1 ഡിവൈഡഡ് ബൈ 0.5. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 0.5 T1 minus 0.75 T2 is equal to 800 divided by 9.81 into 0.65 divided by 0.5 നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത് 58.72 a1 എന്ന് ലഭിക്കുന്നു. I am going to keep this as equation 4. കുറച്ച് വലിയ സമ്മാണ് കേട്ടോ, അതൊന്ന് കുറച്ച് ലിസൺ ചെയ്യുക, മനസ്സിലാവും. സോ ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു റൈറ്റ് T1 is equal to, ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ഡിവൈഡഡ് ബൈ 1.5 ചെയ്ത് ഞാൻ T1 ഇത് ചെയ്യുകയാണ്. ആൻഡ് ഐ എം ടേക്കിംഗ് ദിസ് ടു ദ അതർ സൈഡ്. സോ 1.5 0.75 ഡിവൈഡഡ് ബൈ 0.75 ഡിവൈഡഡ് ബൈ 0.5 will give you 1.5 T2 plus 58.72 divided by 1.5 ചെയ്ത് കഴിയുമ്പോൾ 117.44 a1 എന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു. കറക്റ്റ് അല്ലേ? T1 is equal to യെസ്, നമുക്ക് കറക്റ്റായിട്ട് ഇക്വേഷനാണ് ലഭിച്ചിരിക്കുന്നത്. സോ ഈ T1ൻ്റെ വാല്യൂ ഞാൻ എന്താണ്, ഈ T1ൻ്റെ വാല്യൂ എടുത്ത് ഞാൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. T1ൻ്റെ വാല്യൂ ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ച T1ൻ്റെ വാല്യൂ എടുത്ത് ഈ ഇക്വേഷൻ നമ്പർ 2 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ എങ്ങനെ എഴുതാം, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് T1 in equation 2. ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ എങ്ങനെ വരും നോക്കുക. ഇക്വേഷൻ 2 എന്താണ്, 400 ഇൻറ്റു 9.81. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് വി ക്യാൻ കീപ്, എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ കീപ്പ് ഇറ്റ് ആസ് 400 ഇൻറ്റു ജി എന്ന് വെക്കാം, കുറച്ചും കൂടി എളുപ്പം കിട്ടും. 200 ഇവിടെയും നമുക്ക് വി ക്യാൻ കീപ്പ് ഇറ്റ് ആസ് 200G എന്ന് വെക്കാം, കുറച്ചുകൂടെ സോൾവ് ചെയ്യാനുള്ളൊരു എളുപ്പത്തിന്. 200G is equal to എന്ന് നമുക്ക് വെക്കാം. സോ ഇവിടെ ഇക്വേഷൻ 1 നോക്കുകയാണെങ്കിൽ 400 ഇൻറ്റു ജി മൈനസ് T1. സോ 400 ഇൻറ്റു ജി മൈനസ് T1ൻ്റെ വാല്യൂ എന്താണ്, 1.5 T2 പ്ലസ് 117.44 A1
ഈസ് ഈക്വൽ ടു 400A1. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്താണ്? മൈനസ് T2 പ്ലസ് 266. minus T2 plus 266.67 G is equal to നമുക്ക് എങ്ങനെ എഴുതാം? 344.96A1 എന്ന് നമുക്ക് ലഭിക്കുന്നു. minus T2 plus 266.67 G is equal to 344. So ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 117.44 divided by 1.5. 400 minus answer, you will get 321 അല്ലേ? So minus T2 plus 266.67 G ഇങ്ങനെ നമുക്ക് എന്ത് ലഭിക്കുന്നു? I am going to keep this as equation 5. കറക്റ്റ് ആണ്. So minus T2 plus 266.67 G is equal to 344.96 A1 എന്ന് നമുക്ക് ഇക്വേഷൻ 5 ഇതിൽ നിന്ന് ലഭിക്കുന്നു. അടുത്ത നമ്മൾ എന്താണ് ചെയ്യുന്നത്? We are going to add, ഈ ആഡ് ചെയ്യുന്ന എന്താണ്? ഇക്വേഷൻ 3 and 5 നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. T2 മൈനസ് നമ്മുടെ T2 ക്യാൻസൽ ആയി പോകുന്നു. മൈനസ് നമുക്കത് കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. സോ ആഡിങ് ഇക്വേഷൻ 3 and 5. 3 and 5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? സോ ഇതാണ് ഇക്വേഷൻ നമ്പർ 2. T2 നമ്മുടെ മൈനസ് T2 ക്യാൻസൽ ആവുന്നു. അടുത്ത എന്താണ്? മൈനസ് 200 പ്ലസ് 2 ശ്രദ്ധിക്കുക, മൈനസ് 200 ഇവിടെ എന്താണ്? പ്ലസ് 266. സോ 66.67 G ലഭിക്കും അല്ലേ? 66.67 G is equal to, നമ്മൾ അടുത്തത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ തേർഡ് വൺ എന്താണ്? 300A1 ഇവിടെ നമുക്ക് എന്ത് ലഭിക്കും? പ്ലസ് 300 പ്ലസ് 344 അല്ലേ? സോ 644.96 A1 എന്ന് ലഭിക്കും. സോ നമ്മൾ ഇതിൽ നിന്ന് A1 കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഇവിടെ നിങ്ങൾക്ക് 667.67 ഇൻറ്റു 9.81 നമുക്ക് ഒരു വാല്യൂ കിട്ടും. 66.667 ഇൻറ്റു 9.81 is equal to 644.96 A1. A1ൻ്റെ വാല്യൂ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? 1.01 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ലഭിക്കുന്നു. സോ ഇതിൽ നിന്ന് തന്നെ A2 നമുക്ക് ലഭിക്കുന്നു. A2 എന്താണ്? 1.5 ഇൻറ്റു A1 ആണ് അല്ലേ? സോ 1.5 ഇൻറ്റു 1.01 നിങ്ങൾക്ക് എന്ത് ആൻസറാണ് ലഭിക്കുന്നത്? 1.52 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നിങ്ങൾക്ക് A2 ലഭിക്കുന്നു. ആൽഫ എന്താണ്? A/R ആണല്ലേ? സോ A/R is equal to എന്താണ്? 1.01 ഡിവൈഡഡ് ബൈ 0.5. ആൽഫ നിങ്ങൾക്ക് എന്തായിട്ട് ലഭിക്കുന്നു? 2.02 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. സോ നമ്മൾ ഇക്വേഷൻസ് കുറെ വാസ്റ്റ് ആണ്, കണ്ടുപിടിക്കുന്നു, അതിനെ നമ്മൾ ആഡ് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു? ആക്സിലറേഷൻ ആൻഡ് വി കൻ ഫൈൻഡ് ഔട്ട്. നമുക്ക് തന്നിട്ടുണ്ട് A2 is equal to 1.5 A1 എന്ന് തന്നിട്ടുണ്ട്. സോ A2 കണ്ടുപിടിക്കുന്നു, അതിൽ നിന്ന് ആൽഫ വീണു ആംഗുലർ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ ദ റേഡിയസ്. സോ നമുക്ക് അതിൽ നിന്ന് 1.01 ഡിവൈഡഡ് ബൈ 0.5 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആംഗുലർ ആക്സിലറേഷനും ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. സോ ഫൈനലി വി നീഡ് ടു ഫൈൻഡ് എന്താണ്? വി നീഡ് ടു ഫൈൻഡ് ടെൻഷൻ. സോ ടെൻഷൻ നമ്മൾ എന്താണ്? പിന്നെയും ഇക്വേഷൻ നമ്പർ 3ലേക്ക് പോവുകയാണ്. ഇക്വേഷൻ നമ്പർ 3 എടുക്കുവാണ്. T2 is equal to 300G പ്ലസ് 300A1 നമുക്ക് എഴുതാമല്ലോ. ഈ ഇക്വേഷൻ ഫ്രം ഇക്വേഷൻ T എന്താണ്? T2
ഇസ് ഈക്വൽ ടു 200G പ്ലസ് 300A1 എഴുതാമല്ലോ. നമുക്ക് അതെങ്ങനെ എഴുതാം? ഫ്രം ഇക്വേഷൻ 3 T2 ഇസ് ഈക്വൽ ടു എന്താണ്? 200G പ്ലസ് 300A1. A1 അല്ലേ? A1 ആണ്. So therefore T2 is equal to 200 into 9.81 plus 300 into 1.01. 1.01 അല്ലേ? Yes, 1.01. So നമുക്ക് T2 എന്തായിട്ടാണ് ലഭിക്കുന്നത്? T2 is equal to 2265 ന്യൂട്ടൺ എന്ന് നമുക്ക് T2 ലഭിക്കുന്നു. ആൻഡ് ഓൾസോ we will get T1 is equal to, നമുക്കറിയാം T1ൻ്റെ ഇക്വേഷൻ എവിടെയാണുള്ളത്? 1.5 ഇവിടെ ഉണ്ട് കേട്ടോ. 1.5 T2 plus 117.44 A1. So it is 1.5 T2 plus 117.44 A1 ആണ്. It is equal to 1.5 into 2265 plus 117.44 into 1.01 നമുക്ക് ലഭിക്കുന്നു. T1 is equal to എന്താണ് ലഭിക്കുന്നത്? 3516.1144 ന്യൂട്ടൺ എന്നും ലഭിക്കുന്നു. സോ കുറേ ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ഈസിയാണ്. സോ കീപ് ഓൾ ആസ് എൻ ഇക്വേഷൻ ആഡ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്ത് ഫൈനലി വി വിൽ ഫൈൻഡ് ഔട്ട് ആക്സലറേഷൻ. സോ ഫൈനലി ആൻസർ കണ്ടുപിടിക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. സോ ആ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നവൻ വരെ മാത്രമേ ഉള്ളൂ ആ ബുദ്ധിമുട്ട്. ഓക്കെ, സോ ക്ലിയർ അല്ലേ? സോ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോ ദിസ് ഇസ് അനൂപ് ജോ സൈനിങ് ഓഫ്. താങ്ക് യു.